രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം പുറത്ത്. ഉമേഷ് യാദവിന് മുന്നിൽ തകർന്നടിഞ്ഞാണ് കേരളം പുറത്തായത്. സെമിഫൈനലിൽ വിദർഭയ്ക്കെതിരെ കേരളത്തിന് ഇന്നിംഗ്സ് തോൽവി. കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നടന്ന സെമി പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ വിദർഭയോട് ഇന്നിംഗ്സിനും 11 റൺസിനും കേരളം തോറ്റു. രണ്ടാം ഇന്നിംഗ്സിലും 5 വിക്കറ്റ് നേടിയ ഉമേഷ് യാദവും 4 വിക്കറ്റ് നേടിയ യാഷ് ഠാക്കൂറുമാണ് കേരളത്തെ തകർത്തത്. 2 ഇന്നിംഗ്സുകളുമായി 12 വിക്കറ്റുകളാണ് ഉമേഷ് യാദവ് വീഴ്ത്തിയത്. 36 റൺസെടുത്ത അരുൺ കാർത്തികാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. ഒരു ഘട്ടത്തിൽ 59-1 എന്ന ശക്തമായ നിലയിലായിരുന്നു കേരളം. അവിടെ നിന്നാണ് 32 റൺസിനിടെ കേരളത്തിന്റെ 9 വിക്കറ്റുകൾ നഷ്ടമായത്. അരുൺ കാർത്തികിന്റെ 36 റൺസ് മാത്രമാണ് കേരളത്തിനായി അല്പമെങ്കിലും പൊരുതിയത്. നേരത്തെ കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 106-നെതിരെ വിദർഭ 208-ന് പുറത്തായിരുന്നു. സന്ദീപ് വാര്യരുടെ 5ഉം ബേസിൽ തമ്പിയുടെ 3 വിക്കറ്റാണ് വിദർഭയെ പിടിച്ചു നിർത്തിയത്. ഒന്നാം ഇന്നിംഗ്സിൽ വിദർഭ 102 റൺസിന്റെ ലീഡാണ് നേടിയത്. രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച വിദർഭയുടെ ഒന്നാം ഇന്നിംഗ്സ് 208-ന് അവസാനിച്ചു. 175-ന് 5 എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച വിദർഭ 33 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. हैट्रिक पे पहुंच गए, लगातार 2 गेंदों पे 2 विकेट ले गए। ये बढ़िया गेंद और सीधा विकेट कीपर के पास और आउट. विकेट कीपर ने ये लीजिए एक और कैच और ये ओवर की आखिरी गेंद पर विकेट, ये लगा एज और ये हो गया पारी का अंत. वॉरियर को मिल गई एक और विकेट. കേരളം ഒന്നാം ഇന്നിംഗ്സിൽ 106 റൺസാണ് നേടിയത്. സന്ദീപ് വാര്യരുടെ 5 വിക്കറ്റ് പ്രകടനമാണ് വലിയ ലീഡിലേക്ക് പോകുന്നതിൽ നിന്നും വിദർഭയെ പിടിച്ചു നിർത്തിയത്. ബേസിൽ തമ്പി 3ഉം നിതീഷ് 2 വിക്കറ്റും വീഴ്ത്തി. 75 റൺസ് നേടിയ ക്യാപ്റ്റൻ ഫൈസ് ഫസലാണ് വിദർഭയുടെ ടോപ്പ് സ്കോറർ. ഒരു ഘട്ടത്തിൽ 170-ന് 2 എന്ന നിലയിലായിരുന്നു വിദർഭ. എന്നാൽ 2 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ 5 വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായി. ഇതോടെ 172-ന് 7 എന്ന നിലയിലായി. വൈകാതെ 183-ന് 8ലേക്കും 194-ന് 9ലേക്കും സന്ദർശകർ വീണു. വാലറ്റത്ത് ഉമേഷ് യാദവ് പുറത്താകാതെ നടത്തിയ 17 റൺസിന്റെ പ്രകടനമാണ് ലീഡ് 100 കടത്തിയത്. അനുബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. സെമിഫൈനലിൽ വിദർഭയ്ക്കെതിരെ തോറ്റെങ്കിലും കേരളത്തിന്റെ മടക്കം തല ഉയർത്തി. കഴിഞ്ഞ സീസണിൽ ക്വാർട്ടറിലായിരുന്നു തോൽവിയെങ്കിൽ ഇക്കുറി അത് സെമിയിലായി എന്നു മാത്രം. തോറ്റെങ്കിലും ചരിത്രത്തിലാദ്യമായി സെമി കളിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് കേരളത്തിന്റെ മടക്കം. കഴിഞ്ഞ സീസണിൽ ക്വാർട്ടറിൽ വിദർഭയോട് തന്നെയായിരുന്നു കേരളം പരാജയം നേരിട്ടത്. എന്നാൽ ഇത്തവണ ചരിത്ര നേട്ടം സ്വന്തമാക്കിയാണ് കേരളം പടിയിറങ്ങുന്നത്. ക്വാർട്ടർ ഫൈനലിൽ കൃഷ്ണഗിരിയിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്തിനെ തകർത്താണ് ചരിത്ര പോരാട്ടത്തിലേക്ക് കേരള ടീം കടന്നത്. ഇത്തവണ ബൗളർമാർ കേരളത്തിനായി മികവ് തെളിയിച്ചു. സന്ദീപ് വാര്യരും ബേസിൽ തമ്പിയും പ്രതീക്ഷകൾക്ക് കരുത്തേകുന്നു. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും സിജോ മോഹൻ ജോസഫും ജലജ് സക്സേനയടക്കം കളിയുടെ ഗതി മാറ്റാൻ കഴിവുള്ള ഒരുപാട് മികച്ച താരങ്ങളും കേരളത്തിന് കരുത്താകും. ഒരു കാര്യം ഉറപ്പാണ്, രഞ്ജി ട്രോഫി എന്ന സ്വപ്ന നേട്ടം കേരളത്തിന് സ്വന്തമാക്കാൻ ഈ യുവനിരയ്ക്ക് സാധിക്കുമെന്നത് ഒരു വസ്തുത തന്നെയാണ്. അനുബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ബൗളർമാരുടെ പർദീസിയായി കൃഷ്ണഗിരിയിലെ പിച്ച്. 1.5 ദിവസത്തിനുള്ളിൽ കൃഷ്ണഗിരിയിൽ വീണത് 30 വിക്കറ്റുകൾ. കേരളം പുറത്തായതും കളി വേഗത്തിൽ അവസാനിച്ചതും കൃഷ്ണഗിരിയിലെത്തിയ കാണികളെ നിരാശയിലാഴ്ത്തി. കൃഷ്ണഗിരിയിൽ നടന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ മുതൽ ബൗളർമാർ തകർത്താടുകയായിരുന്നു. കേരളം ഗുജറാത്ത് ക്വാർട്ടർ ഫൈനലിൽ വീണത് 4 ദിവസങ്ങളിലായി 40 വിക്കറ്റുകൾ. സെമിയിലും ബൗളർമാരുടെ ആധിപത്യം വ്യക്തമായിരുന്നു. ആദ്യ ദിനം ഇന്ത്യൻ താരം ഉമേഷ് യാദവിൻ്റെ മിന്നും പ്രകടനത്തിൽ 106 റൺസിന് ആദ്യ ഇന്നിംഗ്സിൽ കേരളം വീണു. 7 വിക്കറ്റുകളാണ് ഉമേഷ് യാദവ് നേടിയത്. മറുപടിയുമായി ബാറ്റിംഗ് ഇറങ്ങിയ വിദർഭയെ വൻ ലീഡിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തിയത് സന്ദീപ് വാര്യരും ബേസിൽ തമ്പിയുമാണ്. സന്ദീപ് വാര്യർ 5 വിക്കറ്റും ബേസിൽ തമ്പി 3 വിക്കറ്റും വീഴ്ത്തി. ये लीजिए एक और कैच और ये ओवर की आखिरी गेंद पर विकेट लेते, ये लगा एज और ये हो गया पारी का अंत. वॉरियर को मिल गई एक और विकेट. 102 റൺ ലീഡ് വഴങ്ങിയ കേരളത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിനും ഉമേഷ് യാദവ് വില്ലനായി. ഇതോടെ ഇന്നിംഗ്സിനും 11 റൺസിനും കേരളം തോൽവി സമ്മതിച്ചു. രണ്ടാം ഇന്നിംഗ്സിലും 5 വിക്കറ്റ് നേടിയ ഉമേഷ് 12 വിക്കറ്റുകൾ സ്വന്തമാക്കി മാൻ ഓഫ് ദി മാച്ചും നേടി. ये बैट का बाहरी किनारा और सीधे विकेट कीपर के पास और ये पहला विकेट गिर गया और ये शफल ज्यादा कर रहे हैं और इस बार आउट. Oh, that's a stunning catch. That's struck timber once again. Kundu. ये निकल कर गए और सीधा स्लिप पे कैच कर लिया इस बार.
പേസ് ബൗളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചൊരുക്കി എതിരാളികളെ നിലയ്ക്ക് നിർത്താമെന്ന കേരളത്തിൻ്റെ കണക്കുകൂട്ടലുകളെ ഉമേഷ് യാദവ് എന്ന അതിവേഗക്കാരൻ്റെ തീതുപ്പുന്ന പന്തുകൾക്ക് മുന്നിൽ കേരളത്തിൻ്റെ ബാറ്റിംഗ് നിര തകർന്നടിയുന്ന കാഴ്ചയാണ് കൃഷ്ണഗിരിയിൽ കണ്ടത്. लीजिए एक और विकेट मिल गया. ये अच्छी गेंद थी, ये बैट का बाहरी किनारा और सीधा विकेट कीपर के पास कैच कर. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. वो बल्लेबाज है. ജില്ലയിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. കൺട്രോൾ റൂം തുറന്നു. കൂടാതെ രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാനും മുൻകരുതൽ സ്വീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്താനും കലക്ടർ വിളിച്ചു ചേർത്ത സംയുക്ത വകുപ്പ് യോഗത്തിൽ തീരുമാനം. നൂൽപ്പുഴ, മുള്ളംകൊല്ലി, തിരുനെല്ലി തുടങ്ങിയ രോഗസാധ്യതയുള്ള മേഖലകളിൽ വീടുകളിൽ സർവേയും വിശദമായ രോഗപരിശോധനകളും നടത്താൻ പഞ്ചായത്തുകൾ തോറും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. ആവശ്യമായ മരുന്നുകൾ സംഭരിച്ചിട്ടുണ്ട്. കൂടുതൽ വാക്സിനുകൾ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ലഭ്യമാകും. നിലവിൽ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് മരുന്ന് കരുതിയിട്ടുണ്ട്. വാക്സിൻ ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട യാതൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പിന്നെ അഡീഷണൽ സ്റ്റോക്കിന് വേണ്ടി ഞങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ട് അത് 2 ആഴ്ചക്കുള്ളിൽ ആ സ്റ്റോക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ രോഗപരിശോധനയ്ക്കും മറ്റുമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ലെന്ന് അധികൃതർ പറഞ്ഞു. രോഗം പടരാനിടയുള്ള മേഖലകളിൽ വനത്തിനകത്ത് ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്കും വനയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും സുരക്ഷാ സംവിധാനങ്ങൾ നൽകാനും യോഗത്തിൽ തീരുമാനമുണ്ടായി. നിലവിൽ രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ തുടർച്ചയായ പരിശോധനകൾ ആരോഗ്യവകുപ്പ് നടത്തും. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. കേരള അതിർത്തി ഗ്രാമമായ ബൈരക്കുപ്പയിൽ മരണപ്പെട്ട 2 ആദിവാസി യുവാക്കൾ വിഷം കലർന്ന വാഷ് കുടിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ. ഇവരോടൊപ്പം വാഷ് കുടിച്ച 2 പേർ ഗുരുതരാവസ്ഥയിൽ മാനന്തവാടിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ഇവർ കാട്ടിലെ അരുവിയോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന വാഷ് കുടിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. വയനാട് വിഷൻ എക്സ്ക്ലൂസീവ്. കർണാടക ബൈരക്കുപ്പയിൽ 2 പേർ മരണപ്പെട്ടത് വാഷ് കുടിച്ചാണെന്ന വെളിപ്പെടുത്തലാണ് ഇവരുടെ ബന്ധുക്കൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച നാടൻ ചാരായത്തിൻ്റെ വാഷ് 5 ആദിവാസി യുവാക്കൾ ചേർന്ന് കുടിച്ചതെന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നു. വിറക് ശേഖരിക്കാനായിരുന്നു ഇവർ കാട്ടിൽ പോയിരുന്നത്. തുടർന്ന് കാട്ടിലെ അരുവിയോട് ചേർന്ന് സൂക്ഷിച്ച വാഷ് കുടിക്കുകയായിരുന്നുവെന്നും പറയുന്നു. തുടർന്ന് ഇവർ കാട്ടിൽ തന്നെ മയങ്ങി വീണു. തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ വയറിളക്കവും ഛർദിയും പിടിപെട്ടു. തുടർന്ന് ഹൊസള്ളി ആനമാളം കോളനിയിൽ മരണപ്പെടുകയായിരുന്നു. 2 പേരാണ് മരണപ്പെട്ടത്. അപ്പപ്പാറ അത്താറ്റുകുന്ന് സ്വദേശിയും ബാവലി തോണിക്കടവ് സ്വദേശിയും ചികിത്സയിലാണ്. ഒരാൾ മാനന്തവാടി ജില്ലാ ആശുപത്രിയിലും മറ്റൊരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ആനമാളം കോളനിയിൽ ഒരാൾ ഗുരുതരാവസ്ഥയിലുണ്ടെന്നും വിവരമുണ്ട്. വാഷിൽ വിഷം കലക്കിയതാണ് ഇതിന് കാരണമെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇതിൽ 2 പേർക്ക് ആരോഗ്യവകുപ്പ് കുരങ്ങുപനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മരണം സംബന്ധിച്ച ദുരൂഹത കോളനിക്കാരിൽ നിന്ന് വിട്ടുമാറുന്നില്ല. ഈ പിള്ളേർ ചെയ്ത പണി കാട്ടു പോണേ, വീട്ടിലെന്താ പറഞ്ഞത്, കടത്തറ പറഞ്ഞവർ കാട്ടു പോന്ന വെറുകിന് പോന്ന. അപ്പോൾ ഇവർ വെറുകിന് പോയ സ്ഥലത്ത് ഇവർക്ക് വാഷ് കിട്ടി. ഇവർ കുടിച്ച് കുടിച്ചിട്ട് 2 സ്പോട്ടിൽ മരണപ്പെട്ടു. 3 വീട്ടിലെത്തി. ഇപ്പോഴും 2 മെഡിക്കൽ കോളേജിലുണ്ട്. ഒരാൾ മെഡിക്കൽ കോളേജിൽ, ഒരാൾ മാനന്തവാടി ഹോസ്പിറ്റലുണ്ട്. തീർച്ചയായിട്ടും അതിൽ എൻ്റെ അനിയനാണ്. വാറ്റുചാരായത്തിന്റെ വ്യാപക ഉറവിടമാണ് ബൈരക്കുപ്പയും സമീപ പ്രദേശങ്ങളും. നാടൻ ചാരായം വ്യാപകമായി വാറ്റി മദ്യക്കടകളിൽ എത്തുകയും സ്പിരിറ്റും കളറും ചേർത്ത് ബ്രാൻഡിയാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. വിഷം ചേർത്ത വാഷ് കുടിച്ചതിനാലാണ് മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ അന്വേഷണം ആവശ്യമാണെന്നും ഇവർ ആവശ്യപ്പെടുന്നു. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഭൂരിഭാഗം കാട്ടുനായ്ക്ക വിഭാഗത്തിലെ യുവാക്കളും കർണാടകയിലെ ബൈരക്കുപ്പ, ഹൊസള്ളി, ഹുൻസൂർ നഗർ, ഗുണ്ടത്തൂർ, മച്ചൂർ എന്നീ ഭാഗങ്ങളിലാണ് വിവാഹം കഴിച്ച് താമസിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബന്ധുഗ്രഹങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഇവർക്കുണ്ട് താനും. എന്നാൽ തങ്ങളുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. ജില്ലാ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരില്ല. ഓഫീസ് പ്രവർത്തനവും പരിശോധനകളും താളം തെറ്റുന്നു. 3 വർഷമായി 2 സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി താലൂക്കുകളിലാണ് സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ വേണ്ടത്. എന്നാൽ നിലവിൽ കൽപ്പറ്റയിൽ മാത്രമാണ് ഓഫീസർ ഉള്ളത്. മാനന്തവാടി താലൂക്കിലെയും അപേക്ഷകളും മറ്റും പരിഗണിക്കേണ്ട അധിക ബാധ്യത കൽപ്പറ്റ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസറായ വനിതാ ഉദ്യോഗസ്ഥയ്ക്കാണ്. ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലുള്ള 2 സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെയും തസ്തിക വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ഏറെ ബുദ്ധിമുട്ടിലാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും രജിസ്ട്രേഷൻ അനിവാര്യമാണ്.
രജിസ്ട്രേഷൻ ചുമതലകൾ നിർവഹിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. എന്നാൽ 3 പേർ നിർവഹിക്കേണ്ട ജോലിയാണ് ഇപ്പോൾ ഒരു വനിതാ ഓഫീസർ നിർവഹിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലെത്തുന്ന വ്യാപാരികൾ അടക്കമുള്ള അപേക്ഷകർക്ക് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ വീണ്ടും ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ്. ജില്ലയിൽ നിലവിൽ 6000 പേരാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത്. വർഷത്തിൽ 12 ലക്ഷത്തിൽ താഴെ വിറ്റുവരവുള്ള എല്ലാ സ്ഥാപനങ്ങളും 100 രൂപ അടച്ച് രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് നിയമം. 12 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ള എല്ലാ സ്ഥാപനങ്ങളും 100 രൂപ അടച്ച് രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. 2000 രൂപ മുതൽ 7500 രൂപ വരെയാണ് ലൈസൻസ് ഫീസായി അടയ്ക്കേണ്ടത്. ജില്ലയിൽ നിലവിൽ 1421 സ്ഥാപനങ്ങൾക്കാണ് ലൈസൻസ് ഉള്ളത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ രജിസ്ട്രേഷനും ലൈസൻസിനു വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവർ നിരവധിയാണ്. സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരിശോധന നടത്തിയ ശേഷം മാത്രമേ രജിസ്ട്രേഷൻ നൽകുകയുള്ളൂ. എന്നാൽ 3 പേർ വേണ്ടിയെടുത്ത് ഒരാൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ലഭിക്കാൻ എല്ലാവർക്കും കാലതാമസം നേരിടുന്നു. ഇതിനു പുറമെ വ്യാപാര സ്ഥാപനങ്ങളിലും ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്താൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. തസ്തികകൾ നികത്തണമെന്ന നിരന്തരം ആവശ്യമുയർന്നിട്ടും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നാണ് പരാതി ഉയരുന്നത്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ആരാധനാലയങ്ങളിലെ ഭക്ഷ്യവിതരണത്തിന് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു. ആരാധനാലയങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന പ്രസാദം, അന്നദാനം, നേർച്ചഭക്ഷണം മുതലായ ഭക്ഷണപദാർത്ഥങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ ലൈസൻസോ രജിസ്ട്രേഷനോ എടുത്തിരിക്കണമെന്ന സർക്കാർ നിയമം ജില്ലയിലും കർശനമാക്കുകയാണ്. ഫെബ്രുവരി 28 മുൻപായി ഇത്തരം ഭക്ഷണ വിതരണം ചെയ്യുന്ന മുഴുവൻ ക്രിസ്ത്യൻ, മുസ്ലിം പള്ളികൾ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ എന്നിവ മാനദണ്ഡം പാലിച്ചു മാത്രമേ ഭക്ഷ്യപദാർത്ഥങ്ങൾ വിതരണം ചെയ്യാവൂ എന്ന് ഫുഡ് സേഫ്റ്റി വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആരാധനാലയങ്ങൾ വഴിയുള്ള ഭക്ഷണപദാർത്ഥ വിതരണം പൂർണ്ണമായും ശുചിത്വപൂർണ്ണമായിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 ജില്ലയിലും ഫലപ്രദമായി നടപ്പിലാക്കുന്നത്. ആരാധനാലയങ്ങളെ സംബന്ധിച്ചുള്ളതും അല്ലാത്തതുമായ വിവാഹം മുതലായവ നടത്തുമ്പോൾ ഹാളുകൾ ഭക്ഷണ വിതരണത്തിനായി വിട്ടു നൽകുമ്പോൾ ഇവിടെ ഭക്ഷണ വിതരണം നടത്തുന്ന കാറ്ററിംഗ് വിഭാഗമോ വ്യക്തികളോ ഏജൻസികളോ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുത്തവരാണെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഒരു നിർദ്ദേശം. അല്ലാത്തപക്ഷം ഭക്ഷ്യവിഷബാധ പോലുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ സ്ഥാപന ഉടമ ഉത്തരവാദിയായിരിക്കുമെന്നും ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ PJ വർഗീസ് അറിയിച്ചു. ഇത്തരത്തിൽ പരിശോധനയിൽ രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാത്തവർ ഭക്ഷണ വിതരണം നടത്തുന്നത് പിടിക്കപ്പെട്ടാൽ 6 മാസം തടവും 5 ലക്ഷം രൂപ പിഴയും ഈടാക്കാവുന്ന വകുപ്പുകൾ പ്രകാരം കേസും ചുമത്തപ്പെടുമെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിക്കുന്നു. ആരാധനാലയങ്ങൾ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളായ നേർച്ച ഭക്ഷണം, അന്നദാനം, പ്രസാദം മുതലായ ഭക്ഷ്യവസ്തുക്കളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് BO എന്ന് പറയുന്ന പരിപാടി. അതായത് വിസിബിൾ ഹൈജീനിക് ഓഫർ ടു ഗോഡ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇതുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലെ മുഴുവൻ ആരാധനാലയങ്ങളുടെ ഡാറ്റാബേസ് ഞങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഫെബ്രുവരി മാസം 28-ാം തീയതിക്ക് മുമ്പായി എല്ലാ ആരാധനാലയങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് നിർദ്ദേശം. ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റാണ്. രാജ്യത്ത് ആരാധനാലയങ്ങളോട് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളിലൂടെ ഭക്ഷ്യവിഷബാധ പോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. സംസ്ഥാന സർക്കാർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, കേരള പുനർനിർമ്മാണ പദ്ധതി എന്നിവർ സംയുക്തമായി നടപ്പാക്കുന്ന സുരക്ഷിത കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ചിത്രപ്രദർശനത്തിന് ജില്ലയിൽ തുടക്കമായി. കൽപ്പറ്റ വിജയപമ്പ് പരിസരത്ത് ഒരുക്കിയിരിക്കുന്ന പ്രദർശനം ജില്ലാ കളക്ടർ AR അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രദർശനത്തിലൂടെ പ്രളയത്തെ അതിജീവിച്ച് എങ്ങനെ നിർമ്മാണം നടത്തണമെന്ന പാഠമാണ് നാം ഉൾക്കൊള്ളേണ്ടതെന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു. പാർപ്പിട മേഖലയിൽ പാലിക്കേണ്ട വിവിധ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് സുരക്ഷിത കേരളം ക്യാമ്പയിൻ വിവിധ ജില്ലകളിൽ നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മുമ്പ് പറ്റിയ അബദ്ധം തിരുത്തി വേണം മുന്നോട്ട് പോകാനെന്നുള്ള ഒരു തിരിച്ചറിവോടെ തന്നെ അതിന് പര്യാപ്തമായ സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് ഇന്ന് ഈ പ്രദർശനത്തിൻ്റെ ഉദ്ദേശം തന്നെ. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 ദിവസമായി ജില്ലയിൽ ഉടനീളം വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ഈ എക്സിബിഷനും 2 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ എക്സിബിഷനിലൂടെ നമ്മൾ ഈ പ്രളയത്തിനെ അതിജീവിച്ച് എങ്ങനെ ഒരു നിർമ്മാണം നടത്താം എന്നുള്ളൊരു പാഠമാണ് ഉൾക്കൊള്ളേണ്ടത്. ഇതിൽ പങ്കെടുക്കുന്നവരെ
ഈ ജില്ലയിലെ ഇനി ഇവിടെ ഇത് സംബന്ധിച്ച് പ്രളയത്തിനെ തുടർന്നുണ്ടായ വീടുകൾ പുനർനിർമ്മിക്കാൻ നിയോഗിക്കപ്പെടുന്ന ആൾക്കാരാണ്, അതിൻ്റെ മേസ്ത്രിമാരാണ്. അപ്പം നിങ്ങളുടെ ഇത് സംബന്ധിച്ചുള്ള അറിവായിരിക്കും ഈ കാര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു മാതൃകയായി ഈ ജില്ലയിൽ. സുരക്ഷിത കേരളത്തിനായി പ്രളയത്തെ അതിജീവിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും കെട്ടിടങ്ങൾ നിർമ്മിക്കാനും നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അവയെ സംബന്ധിച്ചുള്ള ചിത്രങ്ങളും വിവരങ്ങളുമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ കുടുംബശ്രീ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് മുഖേനയും അല്ലാതെയും ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മേസ്തിരിമാർക്ക് ദുരന്തത്തെ അതിജീവിക്കുന്ന നിർമ്മാണ രീതികളെക്കുറിച്ച് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് ചെയർമാൻ ജി ശങ്കർ പരിശീലനവും നൽകി. ചടങ്ങിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നസീമ അധ്യക്ഷത വഹിച്ചു. UNDPC ജില്ലാ പ്രൊജക്ട് ഓഫീസർ സി ലത്തീഫ്, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ സിബി വർഗീസ്, UNDP ഷെൽട്ടർ കോർഡിനേറ്റർ വി ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പ്രദർശനം നാളെ അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. മേപ്പാടിയിലെ എസ്റ്റേറ്റ് മേഖലകളിൽ പുലിഭീതിയിൽ ജനങ്ങൾ. മൂപ്പൈനാട്, അരപ്പറ്റ, ആനക്കാപ്പ്, 6-ാം നമ്പർ എന്നീ പ്രദേശങ്ങളാണ് പുലിഭീതിയിൽ കഴിയുന്നത്. വനം, തേയിലത്തോട്ടങ്ങൾ എന്നിവയോട് ചേർന്ന് താമസിക്കുന്നവർ സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ ഭയക്കുകയാണ്. മൂപ്പൈനാട് പഞ്ചായത്ത് 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന 6-ാം നമ്പർ ആനക്കാപ്പ് പ്രദേശങ്ങളിലാണ് പുലികളുടെ സാന്നിധ്യമുള്ളതായി ജനങ്ങൾ ഭയപ്പെടുന്നത്. തേയിലത്തോട്ടത്തിലെ സിൽവർ ഓക്ക് മരത്തിൽ 2 പുലിക്കുട്ടികളെ ബുധനാഴ്ച രാത്രിയിൽ പ്രദേശത്തുള്ള ചിലർ കണ്ടതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1.5 വർഷം മുമ്പ് 6-ാം നമ്പറിൽ 10 വയസ്സിന് മേൽ പ്രായമുള്ള പുലിയുടെ ജഡം തേയിലത്തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. വളർത്തുമൃഗങ്ങളെ പുലി പിടിച്ചുകൊണ്ടുപോയ നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ക്ഷീര കർഷകർ വലിയ ഭീതിയിലാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇവിടെ നിരവധി തവണ ഈ പുലിഭീതിയാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരുള്ളത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നൊരു പ്രദേശമാണ് ഇവിടെ. നിരവധി മൃഗങ്ങളെ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ പ്രദേശത്ത് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ പശുവും ആടുകളും അതുപോലെ തന്നെയുള്ള വളർത്തുമൃഗങ്ങൾ ഇഷ്ടംപോലെ ഉള്ള ഒരു പ്രദേശമാണിത്. മൂപ്പൈനാട് പഞ്ചായത്തിലെ 14-ാം വാർഡ് ഉൾപ്പെടെയുള്ള ഒരു ഭാഗമാണിത്. തേയിലത്തോട്ടങ്ങൾ അതുപോലെ തന്നെ കുറച്ച് ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് നിരവധി വന്യജീവികളുടെ ആക്രമണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ രാത്രി ഫാക്ടറിയിലുള്ള പണി കഴിഞ്ഞിട്ടും അതുപോലെ എസ്റ്റേറ്റിലുള്ള പണി കഴിഞ്ഞിട്ടൊക്കെ തോട്ടത്തൊഴിലാളികളൊക്കെ ഒറ്റക്കായും കൂട്ടായും പോകുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ ആളുകൾ വളരെയേറെ രീതിയിലാണ് ഇതിലെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച കെണിയിൽ കുടുങ്ങിയ പുള്ളിപ്പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തിയിരുന്നു. ഇതിനോട് വളരെ അടുത്ത പ്രദേശങ്ങളാണ് 6-ാം നമ്പറും ആനക്കാപ്പും. ഒന്നിൽ കൂടുതൽ പുലികൾ സമീപത്തെ വനപ്രദേശത്തും തേയിലത്തോട്ടങ്ങളിലുമായി നിലകൊള്ളുന്ന സ്ഥിതിയുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. വനംവകുപ്പ് അധികൃതർ അടിയന്തരമായി പ്രദേശം സന്ദർശിച്ച് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. മാനന്തവാടി മത്സ്യമാംസ മാർക്കറ്റിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇരുമത്തെരുവിലെ മത്സ്യമാംസ മാർക്കറ്റിൽ പരിശോധന നടത്തിയത്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം നഗരസഭയ്ക്ക് കീഴിലെ എരുമത്തെരുവിലെ മത്സ്യമാംസ മാർക്കറ്റിൽ പരിശോധന നടത്തി. മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന പരാതികളെ തുടർന്നാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ സബ് കളക്ടർ പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് അടച്ചുപൂട്ടണമെന്ന CRPC സെക്ഷൻ 133 പ്രകാരം നഗരസഭയ്ക്ക് ഉത്തരവ് നൽകുകയും നഗരസഭാ ജീവനക്കാരെത്തി മാർക്കറ്റ് പൂട്ടി സീൽ ചെയ്തത്. ഇതിനെതിരെ മത്സ്യവ്യാപാരിയായ എരുമത്തെരുവ് സ്വദേശി ചോലയിൽ ഉസ്മാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും 15 ദിവസത്തേക്ക് ഉത്തരവിൽ സ്റ്റേ സമ്പാദിക്കുകയുമായിരുന്നു. സ്റ്റേ കാലാവധി കഴിഞ്ഞതോടെ കേസ് ഹൈക്കോടതി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് തിരിച്ചയച്ചു. 1 മാസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത്. നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കോഴിക്കടകൾ, പന്നി വിൽപ്പനശാല, സമീപത്തെ ലോഡ്ജുകൾ എന്നിവിടങ്ങളിലെല്ലാം സബ് കളക്ടർ സന്ദർശിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. മാർക്കറ്റിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തി കെട്ടിക്കിടക്കുന്ന സ്ഥലവും അദ്ദേഹം നേരിൽ കണ്ടുപോയി മനസ്സിലാക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് സബ് കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. CRPC 133 പ്രകാരം നമ്മുടെ മാനന്തവാടി ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് ആൻഡ് മീറ്റ് മാർക്കറ്റിൻ്റെ പേരിൽ ഒരു പരാതി വന്നത് അടിസ്ഥാനത്തിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മാനന്തവാടി സബ് കളക്ടർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് ഇപ്പോൾ നടക്കുകയാണ്. ഞാൻ ഓൾറെഡി ഒരു ഇൻറ്ററീം ഇൻജങ്ഷൻ ഇത് പൂട്ടാൻ കൊടുത്തിരുന്നു. പിന്നെ അതൊരു സ്റ്റേ വന്നു. പിന്നെ ഹൈക്കോർട്ട് 1 മാസത്തിലകം ഇതൊരു തീരുമാനം എടുക്കണമെന്ന് ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. സോ അത് അടിസ്ഥാനത്തിൽ ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ഞാൻ മാത്രമല്ലാതെ DMO ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, തഹസിൽദാർ, PWD റോഡ്സ്, ബിക്കോസ് അവരാണ് ഡ്രെയിനേജ് നോക്കുന്നത്.
എല്ലാവരെയും വെച്ച് ഒരു സംയുക്ത പരിശോധന നടത്താൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അടുത്ത ഒരാഴ്ചയ്ക്കുൾ ഇതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവും. സർ, ഏറ്റവും മെയിൻ കംപ്ലൈൻറ്റ് വേസ്റ്റ് വാട്ടറിൻ്റെതാണ്. അപ്പോൾ അതിനെന്തൊരു ബേസിക്കലി വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാൻ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേണം. ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. മുനിസിപ്പാലിറ്റി പറയുന്നത് ഇപ്പോൾ ആ ടെൻഡർ നടപടി നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. മാനന്തവാടി തഹസിൽദാർ NA ഷൈജു, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K രേണുക, ഡെപ്യൂട്ടി DMO നൂജ മർജാൻ, പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS അജിത്ത, അസിസ്റ്റന്റ് എഞ്ചിനീയർ CH റഫീഖ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ജയചന്ദ്രൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അഖിൽ, നഗരസഭാ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവരും സബ് കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. 71ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി ജില്ലയും. കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൽപ്പറ്റയിൽ തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം ചെയ്ത് സല്യൂട്ട് സ്വീകരിക്കും. രാവിലെ 8:10 റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ആരംഭിക്കുക. വിശിഷ്ടാതിഥി പരേഡ് പരിശോധിക്കുകയും തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്യും. ചടങ്ങിൽ മന്ത്രി സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ബത്തേരിയിലെ നഗരസഭാ ഭരണത്തിലെ മാണി കോൺഗ്രസിന്റെ നിലപാട് മാറ്റണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. കേരളം മുഴുവൻ UDFന്റെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് ബത്തേരി നഗരസഭയിൽ ഇടത് ഭരണം നിലനിർത്താൻ നിലപാടെടുക്കുന്നത് അംഗീകരിക്കാനാവില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് അവസാനിക്കാത്ത പക്ഷം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TG ചെറുതോട്ടിൽ പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഘടകകക്ഷിയായിട്ട് നിന്നുകൊണ്ടാണ് ശ്രീ TL സാബു ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചത്. അന്ന് UDFലെ മറ്റ് കക്ഷികളുടെയൊക്കെ വോട്ട് വാങ്ങിയിട്ടാണ് അദ്ദേഹം ജയിച്ച് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലുള്ളത്. ചില നീക്കുപോക്കുകളുടെയൊക്കെ ഭാഗമായിട്ട് അതിനുശേഷം അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുകയും ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് മുനിസിപ്പാലിറ്റി ഭരിക്കുകയുമാണുള്ളത്. കേരളത്തിലെ മറ്റ് 14 ജില്ലകളിലും ഇപ്പോൾ KM മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമാണ്. ഈ UDFന് കേരള കോൺഗ്രസിൻ്റെ എല്ലാ സേവനവും ഇപ്പോൾ ലഭ്യമാണ്. തിരിച്ച് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ സേവനം തിരിച്ച് കേരള കോൺഗ്രസിന് ലഭ്യമാണ്. വയനാട്ടിൽ മാത്രമാണ് സ്ഥിതി വ്യത്യസ്തമായിട്ടുള്ളത്. ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മറ്റ് UDFിലെ ഘടകകക്ഷികളായിട്ടുള്ള മറ്റ് കക്ഷികളുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും UDFന്റെ പാളയത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ഫ്ലോട്ടുകൾക്ക് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് ബത്തേരിയിൽ നവോത്ഥാന ഫ്ലോട്ടുകളുടെ അവതരണം നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് ബത്തേരി അസംഷൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കോട്ടക്കുന്നിൽ സമാപിക്കുന്ന ഫ്ലോട്ട് അവതരണ പരിപാടിയിൽ അരുവിപ്പുറം പ്രതിഷ്ഠ, വൈക്കം സത്യഗ്രഹം, വിവേകാനന്ദന്റെ കേരള സന്ദർശനം, മിശ്രഭോജനം, പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം, നങ്ങേലിയുടെ രക്തസാക്ഷിത്വം എന്നീ ഫ്ലോട്ടുകളാണ് അവതരിപ്പിക്കുന്നത്. തുടർന്ന് കോട്ടക്കുന്നിൽ നടക്കുന്ന പൊതുസമ്മേളനം DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് M വിജിൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിന്റെ പ്ലോട്ട് രാജ്പഥിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകാത്തത് നിഷേധിച്ചുകൊണ്ട് DYFI വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിലെ 6 ബ്ലോക്ക് കമ്മിറ്റികൾ ബത്തേരിയിൽ വെച്ച് നാളെ നവോത്ഥാന പ്ലോട്ട് അവതരണം നടക്കുകയാണ്. വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങൾക്ക് ഊർജം നൽകിയ ഒട്ടനവധി ചരിത്ര സംഭവവാസങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പ്ലോട്ട് അവതരിപ്പിക്കുന്നത്. ജനപക്ഷ വികസന നിലപാടിൽ പിണറായി സർക്കാരിന് 100 മേനിയെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ ജോസഫ്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മാനന്തവാടിയിൽ നടന്ന കർഷക പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ കർഷകന്റെ നടുവൊടിക്കുന്ന നയങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നത്. കർഷക താൽപര്യമല്ല, മറിച്ച് കോർപ്പറേറ്റ് വൽക്കരണമാണ് മോദിയുടെ ലക്ഷ്യമെന്നും MJ ജോസഫ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KA ആന്റണി അധ്യക്ഷനായിരുന്നു. മലയോര ഹൈവേ പോലെയുള്ള ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആ ശക്തമായ നിലപാട് കൊണ്ടാണ് സ്ഥലം ഏറ്റെടുക്കുവാനും ഇത്ര വേഗം ഈ പദ്ധതികളെല്ലാം പൂർത്തിയാക്കാനും കഴിയും. നമുക്കറിയാം, കണ്ണൂർ വിമാനത്താവളം അദ്ദേഹം അധികാരത്തിലെത്തിയ ഉടൻ തന്നെ സമയബന്ധിതമായി ഇന്ന ദിവസം ഇത്ര മാസം ഇന്ന വർഷം ഇത്ര മാത്രം മാസം 2018 സെപ്റ്റംബർ മാസം വിമാനത്താവളത്തിൽ ഉദ്ഘാടനം നടത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സെപ്റ്റംബർ മാസം നടത്തിയില്ലെങ്കിൽ പോലും ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തില് ആ വിമാനത്താവളത്തിൽ ഉദ്ഘാടനം നടത്താൻ കഴിയും. ലക്ഷങ്ങൾ ചെലവിട്ട് ടാറിംഗ് പൂർത്തീകരിച്ച റോഡ് കുടിവെള്ള പദ്ധതിക്കായി ചാലുകീറാൻ കുത്തിപ്പൊളിക്കുന്നതിൽ പ്രതിഷേധം. അമ്പലവയൽ അമ്പുകുത്തി ബത്തേരി റോഡാണ് കാരാപ്പുഴ കുടിവെള്ള പദ്ധതിക്കായി ചാലുകീറാൻ വെട്ടിപ്പൊളിക്കാൻ പോകുന്നത്.
വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു റോഡ്. ആഴ്ചകൾക്ക് മുമ്പാണ് അറ്റകുറ്റപ്പണി നടത്തി പൊതുമരാമത്ത് വകുപ്പ് ടാറിംഗ് ചെയ്തത്. ഇതിന് പിറകെയാണ് വാട്ടർ അതോറിറ്റി പൈപ്പിടൽ പ്രവൃത്തിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പൈപ്പിടുന്നതിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിന്റെ ഒരു വശത്തുകൂടെ ചാലുകീറുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. ഈ റോഡിന്റെ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായിട്ട് ഇതിൽ പൈപ്പ് ലൈൻ വരുന്നുണ്ട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട്. ഈ റോഡ് 2 ആഴ്ച മുമ്പ് ടാർ ചെയ്ത റോഡാണ്. ഈ റോഡിൻ്റെ സൈഡ് പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ ഈ ഇതുവഴി കടന്നു വരുന്നത്. അതായത് സർക്കാരിൻ്റെ ഖജനാവ് ഏത് രൂപത്തിലും കാലിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നത്. അതുപോലെ തന്നെ ഇവരോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവർ നമ്മളോട് തട്ടിക്കയറുകയും നമ്മൾ പ്രകോപനപരമായിട്ട് അവർ പെരുമാറുകയാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. ടാറിംഗ് നടത്തുന്നതിനു മുമ്പ് പൈപ്പിടാതെ ടാറിംഗ് നടത്തിയതിനു ശേഷം പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡ് തകർക്കുന്ന രീതിയിൽ ചാലുകീറുന്നത് പ്രദേശത്ത് വൻ ജനകീയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. ചീരാലിൽ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൂച്ചകൾക്ക് അജ്ഞാത രോഗം പടരുന്നു. മുഖത്ത് വ്രണങ്ങൾ ഉണ്ടാകുന്ന പൂച്ചകൾ ആഴ്ചകൾക്കുള്ളിൽ ചാവുന്നത് ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുകയാണ്. നൂൽപ്പുഴ വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് പൂച്ചകൾക്ക് അജ്ഞാത രോഗം പിടിപെട്ട് ചാകുന്നത്. മുഖത്താണ് ആദ്യം വ്രണങ്ങൾ രൂപപ്പെടുക. പിന്നീട് കണ്ണുകൾ തുറക്കാൻ കഴിയാത്ത നിലയിലാകും. തുടർന്ന് ഒരാഴ്ചയോളം തളർന്നു കിടന്നാണ് ഇവ ചാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ 5ഓളം പൂച്ചകൾ പ്രദേശത്ത് ചത്തു. കുരങ്ങുപനിയടക്കം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംഭവം ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ജനങ്ങളിലെ ആശങ്കയകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ആഴ്ചകളോളം അവർ അവശ്യത രൂപത്തിൽ വീടുകളിലും അവിടെ ഇവിടെയും കിടന്ന് അതിനുശേഷമാണ് ചാവുന്നത്. മുഖത്തൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പാടുകളും അതുപോലെ തന്നെ വ്രണങ്ങളും വന്നിട്ടാണ് പൂച്ചകൾ ചാവുന്നത്. ഇത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ പ്രദേശത്ത്? ഇത് ഈ പ്രദേശത്ത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആദ്യം ഒന്നോ രണ്ടെണ്ണം ചത്തപ്പോൾ നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നീട് നമ്മൾ വിഷം കഴിച്ചാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടനാശിനികൾ എന്തെങ്കിലും കഴിച്ചിട്ടാണോ എന്നുള്ള സംശയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെയും നോക്കിയപ്പോൾ ഇപ്പോൾ ഒരുപാട് പൂച്ചകളായി ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ചത്തൊടുങ്ങുന്ന ഇത് വന്നപ്പോഴാണ് നമുക്കൊരു ആശങ്ക വന്നത്. കാരണം കാടിനോട് ചുറ്റപ്പെട്ട പ്രദേശമാണ്. കുരങ്ങുകളടക്കമുള്ള സംഭവങ്ങൾ, മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നിരന്തരമായിട്ട് വീടുകളിലേക്ക് വരുന്ന ഒരു അവസ്ഥയും നിലവിലിവിടെ ഉണ്ട്. വയനാട് വിഷൻ, ചീരാൽ. പ്രളയകാലത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടവുമായി കണ്ടത്തുവയൽ LP സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് തുടങ്ങി. പ്രളയത്തിനു ശേഷം പ്രളയബാധിതർ അനുഭവിക്കുന്ന സങ്കടങ്ങൾ മനസ്സിലാക്കി അധികാരികളുടെ മുന്നിലെത്തിക്കുകയാണ് ലക്ഷ്യം. പ്രളയത്തിന്റെ തീവ്രതയും ഭീകരതയും അനുഭവിച്ച സ്കൂളുകളിലൊന്നാണ് കണ്ടത്തുവയൽ ഗവൺമെന്റ് LP സ്കൂൾ. ദിവസങ്ങളോളം സ്കൂൾ പരിസരം വെള്ളത്തിൽ മൂടിയിരുന്നു. സമീപത്തെ നിരവധി വീടുകൾ മണ്ണിടിച്ചിലിനെ തുടർന്ന് തകർന്നു. പ്രളയത്തിനു ശേഷം മാസങ്ങൾ പിന്നിട്ട ഈ സമയത്ത് പ്രളയബാധിതരുടെ ദുരന്തങ്ങൾ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്കൂൾ അധികൃതർ PTAയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന പ്രളയാനന്തരം ഒരുമയുടെ പാഠങ്ങൾ എന്ന സന്ദേശവുമായാണ് സഹവാസ ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിൽ വിളംബരജാഥയും ഗൃഹസന്ദർശനവും വീഡിയോ പ്രദർശനവും ജനപ്രതിനിധികളും വിദഗ്ധരുമായുള്ള ആശയവിനിമയങ്ങളും നടന്നു. പ്രധാനാധ്യാപകൻ സൈനുദ്ദീൻ, PTA പ്രസിഡന്റ് ജമാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. നാളെ അയൽപക്ക വിദ്യാലയമായ മംഗലശ്ശേരി LP സ്കൂൾ സന്ദർശനവുമുണ്ട്. പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രളയാനന്തരം ഒരുമയുടെ പാഠങ്ങളെന്ന ദ്വിദിന സഹവാസ ക്യാമ്പ് നടക്കുമ്പോൾ കുട്ടികളിലെ മൂല്യബോധവും വ്യക്തിത്വ വികാസവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ സെഷനുകളാണ് ഈ ദ്വിദിന സഹവാസ ക്യാമ്പിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. വിളംബര റാലിക്ക് ശേഷം ഞങ്ങൾ വീടുകൾ സന്ദർശിച്ച് സർവേ നടത്തി പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് നേരിട്ടും അല്ലാതെയും ഉണ്ടായ അനുഭവങ്ങൾ ക്രോഡീകൃതികളും ഉൾക്കൊള്ളുന്ന ഒരു സെഷനിൽ വെച്ച് ഒരു സംവാദ രൂപത്തിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹവാസ ക്യാമ്പിലൂടെ കുട്ടികൾ മനസ്സിലാക്കുന്ന വിഷയങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിക്കുകയാണ് PTAയുടെയും സ്കൂൾ അധികൃതരുടെയും ലക്ഷ്യം. വിജിത്ത്, വയനാട് വിഷൻ, വെള്ളമുണ്ട. പ്രളയത്തിൽ തകർന്ന പൊള്ളംപാറ പാലത്തിന്റെ സമീപമുള്ള റോഡിന്റെ പണി 8 മാസം കഴിഞ്ഞിട്ടും തുടങ്ങിയില്ല. തവിഞ്ഞാൽ, തൊണ്ടർനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിൽ ഇപ്പോൾ അപകടങ്ങൾ പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പുതുശ്ശേരി ഭാഗത്തുനിന്ന് വന്ന ഇൻഡിക്ക കാറാണ് നിറയെ യാത്രക്കാരുമായി ഇടിഞ്ഞുതാണ റോഡിലേക്ക് മറിഞ്ഞത്. ഭാഗ്യവശാൽ കുട്ടികളടക്കമുള്ള യാത്രക്കാർ നിസ്സാര പഴുക്കുകളോടെ രക്ഷപ്പെട്ടു. ഓടിക്കൂടിയ നാട്ടുകാരാണ് വാഹനമുയർത്തി ഇവരെ രക്ഷിച്ചത്. ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിലാണ് 7,28 ലക്ഷം രൂപ ചെലവഴിച്ച് ഇവിടെ പാലം യാഥാർത്ഥ്യമാക്കിയത്. 4 കൊല്ലം കാത്തിരുന്ന് ഉദ്ഘാടനവും കഴിഞ്ഞു. 200ഓളം മീറ്റർ റോഡ്, 8 മീറ്റർ സൈഡ് ഭിത്തിയടക്കം വയലിലേക്ക് പ്രളയത്തിൽ തകർന്നുപോയി. പുനർനിർമ്മാണത്തിനായി പ്രളയത്തിൽ ഉൾപ്പെടുത്തി 2.41 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പുതുശ്ശേരി വാളാട് പ്രദേശത്തുകാർക്ക് ഏറെ പ്രയോജനമുള്ള ഈ പാലം വഴിയുള്ള ഗതാഗതം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴക്കാലം ആരംഭത്തിൽ തന്നെ ഈ ഒരു പൊള്ളംപാറ പാലം
ഈ ഒരു അപകടാവസ്ഥയിലായതാണ്. ഇതുവരെ അധികൃതരോ അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്ടറോ ഈ ഭാഗം തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. കാരണം ഇത് നന്നാക്കാനുള്ള ഒരു തീരുമാനം തന്നെ എത്തിയിട്ടില്ല. അവർ ഈ പുതിയ ദുരിതാശ്വാസ ഇതിൽ പെടുത്തിയിട്ട് ഇതിൻ്റെ പുതിയൊരു ഫണ്ട് അനുവദിക്കുകയോ ചെയ്തിട്ടുണ്ട്. 2.4 കോടി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി ആരംഭിച്ച് ഈ റോഡ് യാത്രാ ഗതാഗതം ആക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏതായി കഴിഞ്ഞാലും കഴിഞ്ഞ രാത്രി അവിടെ നടന്ന കാറാണ് ഈ കാണുന്നത്. 3, 4, 5 കുടുംബം ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി അവിടെ പെട്ടെന്ന് വരികയും ഈ അപകടം മനസ്സിലാക്കാതെ അതിലേക്ക് എടുത്ത് ചാടുകയൊക്കെ ചെയ്തു. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. ഫെബ്രുവരി ആദ്യവാരം വെള്ളമുണ്ടയിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പവലിയൻ കാൽനാട്ട് കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ നിർവഹിച്ചു. 4 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റും ചാൻസലേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് വെള്ളമുണ്ടയും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കെ റഫീഖ്, ജംഷീർ, PK അമീൻ, P മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. വെള്ളമുണ്ടയിലെ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റും ചാൻസലേഴ്സ് വെള്ളമുണ്ടയും ചേർന്നുകൊണ്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. ഫുട്ബോൾ ടൂർണമെൻറ്റും വലിയ രൂപത്തിൽ ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റും ചാൻസലേഴ്സ് ക്ലബ്ബും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ നിശ്ചയിച്ചത്.